നമസ്കാരം. ഡൽഹിയിൽ കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്ന ഈ കനത്ത പരാജയത്തിന് കാരണമായിട്ടുള്ള ആ, ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടാം. അതായത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ ഒരാളായ പ്രിയങ്ക ഗാന്ധി ആ, നല്ല ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ നിന്നും MP ആയി പാർലമെൻറ്റിലേക്ക് വരുന്ന ആ ഒരു ആ, കാഴ്ചയുണ്ടല്ലോ. അതായത് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും, പക്ഷേ ആദ്യമായി ഒരു ലോക്സഭ MP ആയി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് വരുന്ന ആ ഒരു രംഗം, അതായത് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ഒരു സിമ്പൽ അവരുടെ അപ്പിയറൻസിൽ കണ്ട ആ ഒരു സമയം എന്നെ പോലൊരു സാധാരണക്കാരനായൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന ഒരു MP-യിൽ നിന്ന് ഇങ്ങനല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിലൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതായത് മോദിക്കും BJP-ക്കും എതിരെ ശക്തമായ ഒരു ഒപ്പോസിഷനാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കണം. അവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച വരുന്നത്. നിങ്ങൾ ആദ്യം ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി, അവരുടെ പൾസ് മനസ്സിലാക്കിയിട്ട് അതിൽ അത് ചൂണ്ടിക്കാണിച്ചും അതിനെ പിന്തുണച്ചുമാണ് നിങ്ങൾ BJP-ക്കും മോദിക്കുമെതിരെ ശക്തമായ ഒപ്പോസിഷനായി മാറേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു വെല്ലുവിളിയായി മാറേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ളൊരു നിലപാടാണ് ഇനി കോൺഗ്രസ് പോലൊരു പൊളിറ്റിക്കൽ പാർട്ടി അതിൻ്റെ മെയിൻ നേതാക്കൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും മോദിയെയോ BJP-യെയോ ഒരിക്കലും അത് നിങ്ങളുടെ ഇതൊന്നും അവരെ ബാധിക്കില്ല. അതായത് ഇത്തരത്തിലുള്ളൊരു നിലപാട് ദയവ് ചെയ്ത് ഒരു കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെയിൻ നേതാവ് എന്ന രീതിയിൽ ദയവ് ചെയ്ത് ഇനി കാണിക്കരുത്. കാരണം ഇങ്ങനെ നിങ്ങൾ കാണിക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് അണികളുണ്ട്. നിഷ്കളങ്കരായ ഒരുപാട് കോൺഗ്രസ് അണികൾക്ക് അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ ഈ അവസ്ഥ. ശരിയാണ്, കോൺഗ്രസ് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ നല്ല തോതിൽ അവർക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് സമ്മതിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നിലപാട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്നാണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. BJP അഥവാ ആ മുന്നണി തേക്ക് മരം പോലെ വളരുകയും ചെയ്യും. ഈ പ്രതിപക്ഷ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി വളർന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പടവലങ്ങിയ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതായത് താഴോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇനി ആവർത്തിക്കരുതെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം.